ചുണ്ടിന് ചുറ്റും നെറ്റിയിൽ കണ്ണിന് ചുറ്റുമായിട്ട് കറുത്ത പാടുകൾ ഉണ്ടാവുക, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുക, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെ ട്രീറ്റ് ചെയ്താലാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇത് മാറിക്കിട്ടുന്നത്, ഇനി ഒരിക്കലും ഇത് നമുക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിഗ്മെൻറ്റേഷൻ നമുക്ക് ഉണ്ടാകുന്ന ഭാഗത്ത് മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമല്ല, വേറെ കുറേ സ്റ്റെപ്സും കൂടെ നമ്മളിതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഒപ്പം എല്ലാവരും തന്നെ നമ്മുടെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. എൻ്റെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം റെമഡി മാത്രമല്ല, ഞാനിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ഇതുവരെയും വർക്ക് ആയിട്ടുള്ളതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കിയിട്ടുള്ളതുമായിട്ടുള്ള കുറേ ടിപ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതെല്ലാം അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആക്കാനായിട്ട് പറ്റും. ചെറിയ മിസ്റ്റേക്സ് ആണ് പലപ്പോഴും നമുക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട. ആ മിസ്റ്റേക്സും കൂടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ സൂപ്പർ ഗ്ലോയിങ് സ്കിൻ, ഫ്ലോലെസ് ആയിട്ടുള്ളൊരു സ്കിൻ നമുക്ക് കിട്ടും. പ്രധാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുക. നമുക്ക് നെറ്റിയിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുന്നുണ്ടോ, അല്ല അതിന് വേറെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള, അതായത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണോ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡിയെ നമുക്ക് മാത്രമേ ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമ്മുടെ ബോഡി ഓരോ സിംറ്റംസ് ആണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒപ്പം നിങ്ങൾക്കിതുപോലത്തെ ഹോം റെമഡീസും ഉറപ്പായും ട്രൈ ചെയ്യാം. ഉറക്കക്കുറവ് കൊണ്ടാണോ അതോ ഫോൺ ഒരുപാട് നേരം സ്ക്രോൾ ചെയ്യുന്നത് കൊണ്ടാണോ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതൊക്കെ ആ ഹാബിറ്റൊക്കെ സ്വിച്ച് ചെയ്തതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റിലോട്ട് മാറുക. അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം ഇതൊക്കെ ചെയ്തിട്ട് ഒപ്പം ഈ ഒരു ഹോം റെമഡീസും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ അമേസിംഗ് ആയിട്ട് നിങ്ങൾക്ക് അത് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. ആദ്യം നമുക്ക് പാക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അലോവേര ജെൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത് യൂസ് ആക്കാം. വീട്ടിൽ കിട്ടുന്ന കറ്റാർവാഴയുടെ ചെടിയിൽ നിന്ന് എടുക്കുന്ന കറ്റാർവാഴയുടെ നീരുണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. അതായിരിക്കും കുറേ കൂടെ നല്ലതായിട്ടുള്ളത്. സോ അത് നമുക്ക് യൂസ് ആക്കാം. അത് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറേ എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ആക്കിയാൽ മതി. ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ സ്റ്റോർ ചെയ്ത് വെക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ കുറേ നാൾ നമുക്കത് കേടുകൂടാണ്ട് യൂസ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു അലോവേര ജെല്ല് നമ്മുടെ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒറ്റ തവണ മാത്രം വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാര്യം ഇത് പാക്കാണ്, ക്രീമല്ല. നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കാൻ പറ്റുന്നതല്ല. ഇത് നമ്മളെപ്പോഴാണോ യൂസ് ആക്കുന്നത് ആ ഒരു ടൈമിൽ ഫ്രഷ് ആയിട്ടും പ്രിപ്പയർ ചെയ്ത് യൂസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് നമുക്ക് കോഫി പൗഡർ വേണം. ചിലർക്ക് കോഫി പൗഡർ സെറ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ സ്കിപ്പ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഡീപ്പ് പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് കോഫി പൗഡർ നല്ലതാണ് കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഒരുപാട് കോഫി എടുക്കണ്ട. ഞാൻ തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1/4 സ്പൂണിലും താഴെ ഒരു 2 നുള്ള്, നമ്മൾ ഉപ്പൊക്കെ ഇടില്ലേ നുള്ള്, അതുപോലെ 2 നുള്ള് മാത്രമാണ് കോഫി പൗഡർ ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ആക്കുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇത് മിക്സ് ആക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. പാല് ചേർത്ത് മിക്സ് ആക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള പല ഭാഗങ്ങളിലും കണ്ണിന് താഴെയായാലും ചുണ്ടിന് ചുറ്റുമായാലും ഒരു ചെറിയ ഡ്രൈനെസ് ഓൾസോ ഉണ്ടാവും. എപ്പോഴും നല്ല നറിഷായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്കിന്നാണെങ്കിൽ അവിടെ പിഗ്മെൻറ്റേഷൻ വളരെ കുറവേ കാണുള്ളൂ. സോ ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. സോ ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് പാല് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ പാല് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും സൂത്തൻ ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. മൈക്രോ എക്സ്ഫോളിയേഷനും നല്ലതാണ്. ഇതിനകത്ത് ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്ഫോളിയേഷനും കിട്ടും. സോ നമുക്ക് എപ്പോഴും ഫിസിക്കലി സ്ക്രബ് യൂസ് ചെയ്ത് ഉരച്ചൊരച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ നമ്മൾ മുഖം നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ആക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് എടുത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഈ പാക്ക് നമ്മൾക്ക് എവിടെയാണോ ഡാർക്ക്നെസ് ഉള്ളത്, പിഗ്മെൻറ്റ്
റെക്കമെൻഡേഷൻ ഉള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിന് ചുറ്റുമാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ആ ഒരു രീതിക്ക് ആഴ്ചയിലൊരു 3 മുതൽ 5 ദിവസം വരെ നിങ്ങൾക്ക് യൂസ് ആക്കാം. എല്ലാ ദിവസവും യൂസ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസമൊക്കെ മാക്സിമം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ യൂസ് ആക്കാൻ കണ്ടിന്യൂസ് യൂസ് ആക്കാൻ പറ്റുന്നോ അപ്പോഴൊക്കെ കണ്ടിന്യൂസ് യൂസ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നാലും കുഴപ്പമില്ല. ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞത് നിങ്ങളത് യൂസ് ആക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളൊരു ഹോം റെമഡി വെച്ചിട്ട് 6 മാസം കഴിഞ്ഞാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും അങ്ങ് പോകും. പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കുറയും. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ആക്കണം. സോ ആഴ്ചയിലൊരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക. തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിന് താഴെയായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ വളരെ കുറവാണ്. കാരണം ഞാനിങ്ങനെ ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കും ഫസ്റ്റ്. ഉറക്കക്കുറവ് കൊണ്ടാണോ, അല്ല ഞാൻ വേറെ എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ, നമ്മൾ വെള്ളം കുടിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ. ഫോൺ കുറേ സ്ക്രോൾ ചെയ്യുക, സീരീസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഡാർക്ക്നെസ് ഉണ്ടാവും. അത് ഞാൻ സമ്മതിക്കാറില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ സീരീസൊന്നും ത്രൂ ഔട്ടിരുന്ന് കാണാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പല സീരീസും അറിയത്തുമില്ല. സോ എനിക്ക് എൻ്റെ കണ്ണത്രയും മോശമാവുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലും ഹാബിറ്റും നിങ്ങൾക്കല്ലേ അറിയാവൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് കൊണ്ടുവരിക. പിന്നെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഞാനതിന് അനുവദിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ നൈറ്റ് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് മോർണിംഗ് ഞാൻ നന്നായിട്ട് ഉറങ്ങും. പിന്നെ ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്തും എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന ടൈമിലെല്ലാം നന്നായിട്ട് വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ കുറേ കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ടെൻഷൻ ഒട്ടും എടുക്കാതിരിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഈവൻ സ്ട്രെസ്സ് നമ്മൾ കൂടുതലെടുത്താലും ഒരേ കാര്യം ഒരുപാട് സമയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ബുക്കൊക്കെ ഡിം ലൈറ്റിൽ വായിക്കുന്നവർക്കും ഇങ്ങനെ ഉണ്ടാവും. കണ്ണട വെക്കുന്നവരുടെ കാര്യം പറയേ വേണ്ട. ത്രൂ ഔട്ട് ലൈഫിൻ്റെ ഭാഗമായിട്ട് കണ്ണട വെക്കുന്നവർക്കും അതുണ്ടാവും. അടുത്തതായിട്ട് ഞാനിവിടെ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ പഫിനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. സോ ഈ ഒരു ഐ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് മസാജ് ഓൾസോ കൊടുക്കാം. രാവിലെ നിങ്ങൾ ഉറക്കെണിക്കുന്ന സമയത്ത് പഫിനെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഈ പാക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. പാക്ക് രാത്രി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഐസ് ക്യൂബ് മസാജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് താഴെ മാത്രമായിട്ട് ചെറിയൊരു ഐസ് ക്യൂബ് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ എടുത്ത് അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും പ്രോപ്പറായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. റോസ് വാട്ടർ അവിടുത്തെ സ്കിന്നിനെ നന്നായിട്ട് ഹീൽ ചെയ്യും. ഓൾറെഡി നമ്മൾ നറിഷ് ചെയ്ത് വെച്ചേക്കുന്ന സ്കിന്നാണല്ലോ. എന്നാലും നമ്മൾ പാക്ക് വാഷ് ചെയ്ത് കളഞ്ഞാലും അവിടെ പാലിൻ്റെയും അതുപോലെ അലോവേര ജെല്ലിൻ്റെയൊക്കെ നല്ല ഗുണങ്ങളും മോയ്സ്ചറൈസേഷനും അവിടെ തന്നെ ഉണ്ടാവും. അതൊന്ന് ലോക്ക് ചെയ്യാനും സ്കിൻ സൂത്തൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് റോസ് വാട്ടർ ഏറ്റവും അവസാനം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.